നമസ്കാരം, ഞാൻ ശ്രീകണ്ഠൻ നായർ. നിങ്ങൾക്കറിയുന്ന പോലെ അമേരിക്കയിൽ വളരെ അറിയപ്പെടുന്ന വാർത്താ ചാനലായി 24 മാറിക്കഴിഞ്ഞു. അതിൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ഒരു ടെലിവിഷൻ സ്ക്രീനിന് അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും കാര്യം അമേരിക്കയിൽ നടത്താൻ കഴിയും എന്ന കാര്യം നമ്മൾ ആലോചിച്ചിരുന്നു. അതിൽ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സീഡ് ടു സ്കൈ എന്ന പ്രോജക്റ്റ് ആരംഭിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യൻ ടെലികോം വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന സാം പിട്രോഡയായിരുന്നു. അദ്ദേഹമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ ആവേശം പകരുന്ന ആശംസയാണ് അദ്ദേഹം അന്ന് നൽകിയത്. ഇന്ന് തുടർച്ചയായ 3-ാം കൊല്ലത്തിലേക്ക് സീഡ് ടു സ്കൈ എന്ന ഈ പ്രോജക്റ്റ് കടക്കുകയാണ്. ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അമേരിക്കയിലെ 10 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കുട്ടികൾ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണിപ്പോൾ. അതുപോലെ തന്നെ ബീച്ചുകളും പ്രധാനപ്പെട്ട തീരങ്ങളും ഒക്കെ തന്നെ അവർ വൃത്തിയാക്കുന്നു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതികളുടെ ഭാഗമായി അവർ പലതും ചെയ്യാൻ മുന്നോട്ട് വരുന്നു. ഇതൊക്കെ നമുക്ക് വലിയ ആവേശം പകരുന്ന കാഴ്ചയാണ്. അമേരിക്കയിലെ കുട്ടികളൊക്കെ തന്നെ 24-ന്റെ ഈ പരിപാടികൾ പങ്കെടുക്കുന്നു എന്നറിയുമ്പോൾ അവർക്ക് പ്രത്യേക അഭിനന്ദനം നമ്മൾ നൽകേണ്ടതുണ്ട്. കുട്ടികളിൽ നിന്നാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് പാഠങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇത്രയധികം കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ കുട്ടികൾ അവർക്ക് വേണ്ട പ്രകൃതിയെ മാറോട് ചേർക്കുന്ന ഒരു കാഴ്ചയാണ് അമേരിക്കയിൽ ഇപ്പോൾ കാണുന്നത്. കുട്ടികളെ, ശരിക്കും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നു, നിങ്ങളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ തിരങ്ങളിലൊക്കെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളൊക്കെ നിങ്ങൾ നീക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും അഭിനിവേശവും തോന്നുകയാണ്. നിങ്ങളോടൊപ്പം 24 ഉണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും ഞങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും, ആശംസകളുണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. സീഡ് ടു സ്കൈ ഒരു വൻ വിജയമാക്കുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അമേരിക്ക. മാധ്യമപ്രവർത്തനമെന്നാൽ നിർമ്മമതയോടെ വാർത്തകളെ കൈകാര്യം ചെയ്യുകയെന്നത് പഴയ നിർവചനം. മാധ്യമപ്രവർത്തനം കൊണ്ട് ഒരു വ്യക്തിയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ചിരി പരത്താം, സമൂഹത്തിൽ ആശാസ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം, ആരോഗ്യകരവും സുസ്ഥിരവുമായ വികസനത്തിലേക്കും രാഷ്ട്ര നിർമ്മാണത്തിലേക്കും നാടിനെ നയിക്കാം. അങ്ങനെ ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്ന കൃത്യമായ നിർവചനം സാർത്ഥകമാക്കാം. അത്തരമൊരു പോസിറ്റീവ് ജേർണലിസത്തിന്റെ പാതയിലാണ് 24 USA. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെ വ്യക്തികളെയും സമൂഹങ്ങളെയും പരിസ്ഥിതിയെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവയുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണ് സീഡ് ടു സ്കൈ എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആകാശത്തിനും ഭൂമിക്കുമിടയ്ക്ക് മനുഷ്യനെയും പരിസ്ഥിതിയെയും ബാധിക്കുന്നത് എന്തും സീഡ് ടു സ്കൈക്ക് വിഷയമാകും. അങ്ങനെയാണ് ഇത്തവണത്തെ ഭൗമദിനത്തിൽ ഭൂമിയെ ഒരു ഹരിതക്കുട ചൂടിക്കുകയെന്ന വിപുലമായ പരിപാടിയിലേക്ക് 24 USA കടന്നത്. വടക്കേ അമേരിക്കയിലെയും കാനഡയിലെയും വിവിധ മേഖലകളെ ഈ സംരംഭത്തിൽ അണിചേർക്കുകയെന്നത് ദുഷ്കരമാണ്. എന്നാൽ അനായാസം അത് സാധ്യമാക്കിയത് നീന സുധീർ എന്ന കോർഡിനേറ്ററാണ്. പുഞ്ചിരിക്കുന്ന മുഖവുമായി പൂർണ്ണസമയ ജോലിക്കൊപ്പം നീനയും കൂട്ടരും ഒത്തുപിടിച്ചപ്പോൾ ഭൗമദിനം അങ്ങ് കളറായി. നീനയ്ക്ക് പറയാനുള്ളതെന്ന് നോക്കാം. I'm very excited about the work Sea to Sky 24 USA has been doing to communicate the significance of environmental protection to the younger generation. Over the past 2 years, 400 Sea to Sky volunteers have joined hands with environmental institutions, businesses and organizations to plant more than 500 trees across 12 states in North America. I'd like to take this opportunity to thank our partners, volunteers, coordinators and 24 USA for your support. ഈ പരിപാടികളുടെ എല്ലാം ചുക്കാൻ പിടിച്ച 24 USAയുടെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കര നന്ദി രേഖപ്പെടുത്തി. 2024 ഭൗമദിനാഘോഷങ്ങൾ ഗംഭീരമാക്കിയിരിക്കുകയാണ് 24ന്റെ സീഡ് ടു സ്കൈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ. അമേരിക്കയിലും കാനഡയിലുമായി 200-ൽ പരം കുട്ടികളും 100-ൽ പരം വോളണ്ടിയേഴ്സുമായി ഏകദേശം 500-ൽ പരം വൃക്ഷത്തൈകളാണ് കുട്ടികൾ പ്രകൃതിക്ക് സമ്മാനിച്ചത്. ഇതുകൂടാതെ ഇവർ ബീച്ച് ശുചീകരണത്തിൻ്റെയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതിയുടെയും ഭാഗമാകുകയും ഉണ്ടായി. ന്യൂയോർക്ക് പാർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെ 24ന്റെ സീഡ് ടു സ്കൈ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈ നട്ടതിന് ശേഷം ഈ തൈകൾക്ക് ജോർജ് വാഷിംഗ്ടൺ, മഹാത്മാഗാന്ധി, ഡോക്ടർ അബ്ദുൽ കലാം, മാർട്ടിൻ ലൂതർ കിങ് തുടങ്ങിയവരുടെയൊക്കെ പേരുകൾ നൽകിയത് ഏറെ കൗതുകമുണർത്തി. തുടർച്ചയായ 3-ാം വർഷമാണ് അമേരിക്കയിലെ വിവിധ ഗവൺമെൻറ് ഏജൻസികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കലാ സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെയൊക്കെ സഹകരണത്തോടെ 24 ഭൗമദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം വോളണ്ടിയർ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. ദൃശ്യ മാധ്യമ രംഗത്ത് 24ന്റെ 5 വർഷങ്ങൾക്ക്
24 USA സമ്മാനമായി ഈ 500 മരങ്ങൾ അമേരിക്കൻ മണ്ണിൽ വളരും. കുട്ടികളെ, നിങ്ങൾ ചെയ്ത ഈ പദ്ധതിയുടെ അടയാളങ്ങൾ 1 നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ മണ്ണിലുണ്ടാകും. നിങ്ങളെ ഇതിന് പാകപ്പെടുത്തിയെടുത്ത സീ2സ്കൈ സംഘാടകരുടെ പേരുകൾ ജനഹൃദയങ്ങളിലും. 24 USA സീ2സ്കൈ ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ച ഈ വർഷത്തെ എർത്ത് ഡേ സെലിബ്രേഷൻ അമേരിക്കയിലേറെ ശ്രദ്ധേയമായി. ഒഹായോ സ്റ്റേറ്റിൽ വോളണ്ടിയറിംഗ് സംഘടനയായ ഗ്രീൻ കൊളംബസുമായി കൈകോർത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. 12 വിദ്യാർത്ഥികളടങ്ങുന്ന സംഘം കൊളംബസ് സിറ്റിയിലെ വെസ്റ്റ് ഗേറ്റ് പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഈ പരിപാടിയുടെ നേതൃത്വം നൽകിയത് കൊളംബസിൽ നിന്നും റീജിയണൽ കോർഡിനേറ്ററായ ശ്രീ ഗിരീഷ് ശശാങ്കശേഖറാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഹലോ ഫ്രണ്ട്സ്, 24 ന്യൂസ് USA സീ2സ്കൈ പദ്ധതിയുടെ ഈ വർഷത്തെ എർത്ത് ഡേ സെലിബ്രേഷന് ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഗിരീഷ്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കൊളംബസ് സിറ്റിയിൽ നിന്നാണ്. one of the beautiful cities in the United States and the capital city of Ohio. So, Earth Day അല്ലെങ്കിൽ ഭൗമദിനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ആഘോഷത്തെക്കാൾ ഉപരി ഇതൊരു ഓർമ്മപ്പെടുത്തൽ ദിനം കൂടിയാണ്, അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഞാനിപ്പോൾ ശ്വസിക്കുന്ന ഈ വായു വരെ തരുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആണെന്നും അത് നമ്മുടെ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ്. So, join with me at Columbus West Gate Park with a vibrant group of young students. Thank you 24 News for the great opportunity and experience. We had such a fun time and really enjoyed this. Thank you, Sky and 24 News. USA സീ2സ്കൈ പദ്ധതിയുടെ ഭാഗമായി നടന്ന ഭൗമദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലെ മാക്സ്വെൽ പാർക്കിൽ 10 സൈക്കമോർ വൃക്ഷത്തൈകൾ നട്ടു. ഒനാൻഡഗ എൻവയോൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത്. ഒനാൻഡഗ എൻവയോൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡ്യൂക്കേഷൻ ആൻഡ് ഔട്ട്റീച്ച് കോർഡിനേറ്റർ എമി സാമുവൽസും പ്രോജക്ട് സയന്റിസ്റ്റ് സ്റ്റെഫനി എൽ ജോൺസണും പരിപാടിക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ കൊല്ലം നട്ട 18ഓളം മരങ്ങൾ നന്നായി വളർന്നു വരുന്നുവെന്ന സന്തോഷവും അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് ടീം പങ്കുവച്ചു. ഈ പരിപാടിയുടെ നേതൃത്വം വഹിച്ചത് റീജിയണൽ കോർഡിനേറ്ററായ ദീപാറാമാണ്. Hello everyone, ee varsham we are so happy to collaborate with 24 News to plant trees to celebrate this year's Earth Day. ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാന്റ് ചെയ്ത സൈക്കമോർ ട്രീസ്. ഒരു 20 ഉണ്ട്, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. This year we are planting 10 sycamore trees at Maxwell Park in Syracuse.
ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല സ്വാമ്പാണ്, വെരി സോയിലൊക്കെ വെറ്റാണ്, നല്ല വാട്ടർ ആയിട്ട് ഇരിപ്പുണ്ട്. We have Amy here to help us. She was also here last year. She's from the Onondaga Environmental Institute, and she's helping set everything up and get this all done. We're planting in Maxwell Park because Maxwell Park borders Lake Creek, and it's really important to the health of a stream to have lots of trees surrounding it. So we welcome all the work and help and fun that these guys are planting trees and to celebrating Earth Day 2024. We are all done with planting. Thank you, 24 News! എർത്ത് ഡേ ഏപ്രിൽ 22. മേക്ക് എർത്ത് ഡേ എവ്രി ഡേ. 24 USA നടത്തുന്ന സീ ടു സ്കൈ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി കാനഡയിലെ ഓൺടാരിയോയിൽ ആദ്യമായി ട്രീ പ്ലാന്റിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. അമേരിക്കയിൽ ഭൗമദിനത്തോടനുബന്ധിച്ച് അമേരിക്കയിലും കാനഡയിലെ ഓൺടാരിയോയിലും പലയിടങ്ങളിലായാണ് സീ ടു സ്കൈ പദ്ധതി നടത്തിവരുന്നത്. മിസിസാഗ വാർഡ് 11 കൗൺസിലർ ബ്രാഡ് ബട്ട് നേതൃത്വം വഹിച്ചു. ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തി വോളണ്ടറി മാതൃകയിലാണ് ഈ പരിപാടി നടത്തിയത്. രാവിലെ 10 മുതൽ മണിക്കൂറുകളാണ് കുട്ടികൾ വൃക്ഷത്തൈകൾ നടാനായി ചെലവഴിച്ചത്. ഈ പരിപാടി സംഘടിപ്പിച്ചതിന് കാനഡ റീജിയണൽ കോർഡിനേറ്റർ അഖിൽ വിജയകുമാർ സീ ടു സ്കൈ പദ്ധതിക്കും ബ്രാഡ് ബട്ടിനും നന്ദി അറിയിച്ചു. Good morning, everyone. This is Akhil, the regional coordinator from 24 USA Sea to Sky project, and with me here is Mr. Honorable City Councillor Brad Wood, and he has organized this wonderful event as part of the Earth Day celebration, which is happening on the 22nd of April, and this is like we've seen like great participation from a lot of people around Mississauga, and we would like to get a few advice or a few words from the man himself who has organized this event. Hello, Brad. Thank you for coming and being with us. We got a great turnout of people, and obviously we're going to plant a couple hundred trees today in Godwit Green Park in celebration of Earth Day on the 22nd of April. The City of Mississauga organizes these kinds of things every year. We really encourage volunteers to come out and participate. We have a goal of planting 1 million trees in the City of Mississauga by 2040, and we're just pleased that people can come out today and help us meet that goal. Yes, awesome. സ്റ്റേറ്റൻ ഐലൻഡ് ന്യൂയോർക്ക് സിറ്റി പാർക്ക് സ്റ്റുവാർഡ്ഷിപ്പ് ടീമിന്റെ നേതൃത്വത്തിൽ വിലോബ്രൂക്ക് പാർക്കിൽ സംഘടിപ്പിച്ച മരനടിയിൽ പദ്ധതിയുടെ ഭാഗമായി സീ ടു സ്കൈ വോളണ്ടിയേഴ്സും 22 വോളണ്ടിയേഴ്സും അവരുടെ മാതാപിതാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം പദ്ധതിയുടെ ഭാഗമായി ഭൗമദിനത്തിൽ 400ഓളം വൃക്ഷത്തൈകൾ നട്ട് പദ്ധതി വിജയകരമാക്കിയ 22ഓളം വോളണ്ടിയേഴ്സിനെ പാർക്ക് അധികൃതർ അനുമോദിച്ചു. പങ്കെടുത്തവരുടെ കൂട്ടായ്മ തന്നെയാണ് പദ്ധതിയുടെ വിജയമെന്ന് റീജിയണൽ കോർഡിനേറ്റർ ജൂലി ബിനോയ് വ്യക്തമാക്കി. Going to celebrate the Earth Day today. A lot of youth in the crowd, like to see it. Beautiful getting everyone together and collaborating and building the relationship with our police officers, Port Authority. Planet Earth, we live in, we have to take care of for ourselves, not just for us, for our future generation. Our parents, our forefathers took care of it. That's why we are here, breathing this fresh air, all these beautiful trees. We have about 800 to 900 trees that Sea to Sky is doing a really great job helping us get those trees. Today to work with the Sea to Sky program. It's good to get the kids out and off their electronic tablets and give them back to nature. Hi, I'm Julie Binoy and I'm the regional coordinator. Maybe more than 100 plants today with the little kids who has Sky can be extremely proud of this project. Thank you. Reuse, reduce, recycle.
take those plastics you have, sort them out, sort out your trash, reuse stuff you can already use again instead of throwing it out into the environment. USA സീ ടു സ്കൈ പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടത്തിയ എർത്ത് ഡേ സെലിബ്രേഷൻ സമൂഹ ശ്രദ്ധ ആകർഷിച്ചു. ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇല്ലിനോയിയിലെ NSS ഓഫ് ഷിക്കാഗോ വിമൻസ് ഫോറം സഖി 30ഓളം കുട്ടികളും രക്ഷകർത്താക്കളും അടങ്ങിയ വോളണ്ടിയേഴ്സുമായി ഒത്തുചേർന്ന് അറോറയിലെ ട്രെയിൽ ക്ലീനപ്പ് ഇവന്റ് സംഘടിപ്പിച്ചു. ഈ വർഷത്തെ എർത്ത് ഡേ തീമായ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന ആശയത്തെപ്പറ്റിയും പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തെപ്പറ്റിയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗങ്ങളും സീ ടു സ്കൈ കോർഡിനേറ്റേഴ്സ് കൂട്ടുകാരോട് വിവരിച്ചു. പരിപാടിയുടെ നേതൃത്വം വഹിച്ചത് ഷിക്കാഗോയിൽ നിന്നും റീജിയണൽ കോർഡിനേറ്റേഴ്സായ അഞ്ജലി മുരളീധരൻ, അഞ്ജലി ദേവി, അനിതാ പിള്ളை എന്നിവരാണ്. Earth Day is around the corner. Welcome to the Trail Cleanup Project organized by 24 News as a part of their prestigious Sea to Sky project in association with NSS of Chicago's Women's Forum Saki and Illinois Prairie Path. So once a year we do this Earth Day cleanup, and especially in this area in Aurora, we've had a hard time getting volunteers. What I've been finding, what we've been finding the last several years is garbage bags from the food stores. Plastic bags, they blow against the trees, bottle caps, plastic bottles. This is awesome. We need to get more people in, and we have been using the trails for biking, walking, and all of that. So I think we owe this back. A lot of plastic because it can be like really damaging to the earth and to our bodies and to our ecosystem. We are happy to be part of this. അതായത് നമുക്ക് ഈ ഒരു ട്രെയിൽ മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റിയതിൽ and also involve the kids in it. We are able to give it back to the society. Wait, hold it up again. Let me get your. Do you mind if I take a picture? Oh, that's fine. Hold it up. For me, it is personal because I've been running this trail since last 4 years. I've run more than 1,000 miles, and this is very personal to me. I pretty much know every inch of this trail. It's definitely terrestrial because we've been on this path for already 30 minutes, and this is how much plastic we've been picking up. ഇത് 60ാമത്തെ വാർഷിക ഈ ട്രെയിലിൻ്റെ ഇത് ഇനിയും ഇതുപോലെ ഒരു 600 വർഷങ്ങൾ കൂടി നിൽക്കേണ്ടതാണ്, അല്ല 6000 വർഷങ്ങൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. നമ്മൾ ആരൊക്കെ ഇട്ട വീഴ്ചയാണെങ്കിലും നമ്മളൊരു മാതൃക സെറ്റ് ചെയ്യണം. One of the local trails ആണ്, most accessible ആണ്. So Illinois Prairie Path. Special thanks to Saki 24. Thank you for helping. Thank you. Kudos for Saki, 24 News, Namal, all of the teams involved here. This is an excellent initiative. We've had a hard time getting volunteers, so we very much appreciate your group coming out here. Thank you, 24 News and Saki team. Myself, Anjali Muralidharan. I'm proud to be the regional coordinator in Chicago for 24 News Sea to Sky project and NSS of Chicago Saki, along with Ms. Anita Pillai and Ms. Anjali Rajesh, and be part of the socially committed event. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി US സിട്രസ്, സീ ടു സ്കൈ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗത്ത് ടെക്സസിൽ ഭൗമദിനം ആചരിച്ചു. US സിട്രസ് കാര്യാലയമാണ് തുടർച്ചയായ 2ാം വർഷവും നടക്കുന്ന പരിപാടിക്ക് വേദിയായത്. പദ്ധതിയുടെ ഭാഗമായ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ രശ്മി ബുഷ്ര നേതൃത്വം നൽകി. US സിട്രസ് അംഗങ്ങളുടെ മക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയുടെ ഭാഗമായത്. സൗത്ത് ടെക്സസ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് തന്നെ US സിട്രസിനെ അവരുടെ ബിസിനസ്സിനോടനുബന്ധിച്ചുള്ള വ്യക്തമായ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുമുണ്ട്. ക്ലൈമറ്റ് സ്മാർട്ട് സംരംഭങ്ങൾക്ക് ആവശ്യമായ സസ്യങ്ങളിലൊന്നാണ് ഇവരുടെ കമ്പനി പ്രോത്സാഹിപ്പിക്കുന്ന വെറ്റിവർ പുല്ല് അഥവാ രാമച്ചം. പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരും മധുരനാരങ്ങയുടെയും രാമച്ചത്തിന്റെയും തൈകളുമായാണ് വീടുകളിലേക്ക് മടങ്ങിയത്. I appreciate everyone spending time here and coming this morning to participate. It shows your dedication to the environment and efforts towards making Earth Day successful. And thank you, Maniako, for giving me the opportunity. Sea to Sky is part of the Earth Day celebrations or Earth Day honoring. So the way the process starts, we drop.
റിഡ്ജ്വുഡ് പാർക്കിലെ ബട്ടർഫ്ലൈ ഗാർഡനിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സീ ടു സ്കൈ സന്നദ്ധ പ്രവർത്തകർ. മാലിന്യ ശേഖരണം, കളനശിപ്പിക്കൽ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നടന്നത്. ഇതിനു പുറമെ റീജിയണൽ കോർഡിനേറ്റർ സുനിത ഫ്ലവർഹില്ലിന്റെ നേതൃത്വത്തിൽ പരിസരത്തെ നദികളും തോടുകളും വൃത്തിയാക്കി. Hello, this is Sunita Flowerhill, Sea to Sky representative from Tampa, Florida. We are having the Ridgewood Butterfly Garden cleanup as part of the Earth Day celebrations 2024. We are so happy volunteering for the great cause. Proud of my work, helping an area look cleaner. I agree with him, and I'm proud of myself. I think I really like what we're doing here because we're taking care of the earth. It's our one place to live, and it already looks a lot nicer with all the mulch and the weed taking. So I really like it. It's fun. Hi, my name is Arin, and I'm feeling very thankful to be part of this volunteer opportunity today. It's been a pleasure helping out in the community. I'm Hasita. I love the earth, and I like helping out here. I love the opportunity. Thank you for that. Hi, my name is Betty. Thank you for giving this opportunity to these kids to be aware of the community needs, environmental needs, everything. Happy Earth Day to all. Really big cause to save the butterfly garden, and all the kids help a lot. Even the parents also involved in it, and I love it. 24 USA സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭൗമദിനാഘോഷങ്ങൾ അമേരിക്കൻ മലയാളികൾ ഏറെയുള്ള ഹ്യൂസ്റ്റണിൽ ഒരു നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു. ടെക്സസിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഉന്നതരും സംഘടനാ നേതാക്കളും രക്ഷകർത്താക്കളും കുട്ടികൾക്കൊപ്പം പൂർണ്ണ മനസ്സോടെ കൂടിയപ്പോൾ ഈ ആഘോഷങ്ങൾ ഒരു ആവേശമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച സ്റ്റാഫോർഡിലുള്ള കേരള ഹൗസിൽ വെച്ചാണ് ഭൗമദിനാഘോഷം സംഘടിപ്പിച്ചത്. Mayor Robin Alakat with City of Missouri City. I'm here at the Malayali Association of Greater Houston, and we are here today for 24 News USA Sea to Sky program on celebrating Earth Day. I am Lynn Clouser. I'm the Mayor Pro Tem for Missouri City, and I am so happy to be here once again on the campus. Earth Day is so important for our community. We preserve our nature, we enjoy our parks, we plant, and we take care of everything beautiful in the nature. വേറിട്ട രീതിയിൽ ഭൗമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ച ശ്രദ്ധേയമായി മിഷിഗണിലെ കേരള ക്ലബ് യൂത്ത് ലീഡർഷിപ്പ് ഫോറം. 24 USA സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ ഭൗമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ കേരള ക്ലബ്ബ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ വർഷത്തെ പ്രമേയവുമായി ചേർന്നുള്ള പദ്ധതികൾക്കായിരുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് കുട്ടികൾ ബേർഡ് ഫീഡർ നിർമ്മിച്ചത് കൗതുകമുണർത്തി. റീജിയണൽ കോർഡിനേറ്റർമാരായ ജോളി ഡാനിയൽ, ആഷ്ലിൻ മിൽട്ടൺ എന്നിവർ പറഞ്ഞു. ഇത് രണ്ടാം തവണയാണ് ന്യൂയോർക്ക് സൗത്ത് ബീച്ച് പരിസരം വൃത്തിയാക്കുവാൻ സീ ടു സ്കൈ കുട്ടികളെത്തുന്നത്. പ്രകൃതിയിലേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഒന്നൊന്നായി കുട്ടിക്കൈകൾ പെറുക്കിയെടുത്ത് മാറ്റിയപ്പോൾ അവർ മുതിർന്നവർക്ക് മാതൃകയാവുകയായിരുന്നു. പരിപാടി സംഘടിപ്പിച്ചതിന് റീജിയണൽ കോർഡിനേറ്റർ ശ്രീവർഷ് കലോത്ത്, ജോസഫ് മാത്യു എന്നിവർ നന്ദി അറിയിച്ചു.
So we were here picking up a lot of trash on the beach. We were able to get several bags and clean up the beach a little bit more. I think in a time where climate issues are more and more prevalent, it's really important that we encourage our younger generations and our youth to do activities like this. So thank you to Sea to Sky for organizing this trash cleaning event. 24 USA Sea to Sky പ്രോഗ്രാമുമായി കൈകോർത്തുകൊണ്ട് കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ ബെല്ലേവ്യൂ ബെൽ ഗാർഡനിൽ ഭൗമദിനം ആഘോഷിച്ചു. ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും ഇതിന്റെ ഭാഗമായി അണിനിരന്നു. കള പറിക്കാനും നിലം പരുവപ്പെടുത്താനും പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ വോളണ്ടിയർമാർ പരിശ്രമിച്ചു. അതോടൊപ്പം തന്നെ എർത്ത് ഡേയുടെ പ്രസക്തി, പരിസ്ഥിതി സംരക്ഷണം, മരം ഒരു വരം തുടങ്ങിയവയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു അവസരമെന്ന നിലയിൽ ഇത് വളരെയേറെ പ്രയോജനപ്രദമായിരുന്നു. ഇതെല്ലാം തന്നെ തുടർ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള ഊർജ്ജം നൽകുകയും ചെയ്തു. ഈ പരിപാടി സംഘടിപ്പിച്ചതിന് നാഷ്വിൽ റീജിയണൽ കോർഡിനേറ്റർ ഷാഹിന കോഴിശ്ശേരി നന്ദി രേഖപ്പെടുത്തി. എർത്ത് ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ യൂത്ത് ഫോറവും 24 ന്യൂസ് സീ ടു സ്കൈ പ്രോഗ്രാമും പാർട്ണർ ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇന്ന് നമ്മൾ നാഷ്വിൽ ബെൽ ഗാർഡനിൽ അഥവാ ബെൽവ്യൂ എഡിബിൾ ആൻഡ് ലേണിംഗ് ഗാർഡനിൽ ഒരു വളണ്ടിയർ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ 24 ന്യൂസുമായിട്ട് ചേർന്ന് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അവരുടെ സീ ടു സ്കൈ പ്രോഗ്രാം വളരെ നാഷണൽ ലെവലിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. അതിന്റെ പാർട്ടാവാനായിട്ട് കേരള അസോസിയേഷൻ നാഷണൽ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കാൽഭാഗന്മാർക്കും പ്രത്യേക അഭിനന്ദനം നേരുന്നു. എന്തായാലും ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ നടത്തും. എർത്ത് ഡേ ഒരു എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ്. പുതിയ തലമുറയ്ക്ക് ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലെ വെജിറ്റേഷൻ ഉണ്ടാവണം. എന്തൊക്കെ ആയാലും ഈ കേരള അസോസിയേഷൻ്റെ ഈ പ്രവർത്തനത്തെ എല്ലാ വളണ്ടിയർമാരെയും സാധിക്കുന്നു. നമസ്കാരം. നാഷണൽ യൂത്ത് ഫോറവും 24 ന്യൂസും കൂടെ കമ്പൈൻഡായിട്ട് കൈകോർത്തിട്ടുള്ളൊരു ഇവൻ്റാണിത്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂത്തിന് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്നൊരു ചരമഗീതം പാടി നൈസായി ഒഴിവാകാനുള്ളതല്ല നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. നമ്മുടെ ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ ഭൂമിക്ക് ജീവശ്വാസം പകരാനാവണം. അത് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങണം. അവർ ചെയ്യുന്ന നന്മത്തുണ്ടുകളെ അവോളം പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ തലമുറ വ്യത്യാസമില്ലാതെ ഒത്തുപിടിച്ച് ഒരു നല്ല സമൂഹമാകണം. ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ഫ്രെയിമുകൾ ചേർത്ത് വെക്കാനാണ് 24 USA പരിശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ പങ്കുചേർന്ന ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ നന്മയുടെ കർമ്മങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ക്രിസ്റ്റിന ചെറിയാൻ സൈനിങ് ഓഫ്.